ഹലോ വെൽക്കം ബാക്ക്. യെസ് ഇറ്റ്സ് സഞ്ജു. നമുക്കൊരു ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ? ബേക്കിങ്ങും സ്റ്റീമിങ്ങും ഒന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഞാൻ ഇവിടെ ന്യൂട്രിചോസിന്റെ ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതൊരു 10 ഉണ്ട്. അതേപോലെ മെൽറ്റ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ ബേസ് ലെയർ. നമ്മുടെ മിക്സ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഏതിനകത്താണോ ചീസ് കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് ആ ട്രേ അല്ലെങ്കിൽ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ബേസ് ലെയർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ ഈ ഫ്രിഡ്ജ് വെക്കുന്ന ടൈമിൽ നമുക്ക് ചീസ് ക്രീം നമുക്ക് റെഡിയാക്കാം. മിനിമം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും വെക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ബേസ് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. നമുക്കിപ്പം ചീസ് ക്രീം ആ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ ചീസ് ക്രീം ഉണ്ടാക്കുവാണ്. പനീറിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും അതിലേക്ക് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് സെറ്റായ ആ ഒരു ബേസ് ലെയർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി ആ ചീസ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഒരു 2 അവർ എങ്കിലും വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടും. ഈ ചീസ് ക്രീമിന്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ എന്തായാലും നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ചോക്ലേറ്റ് ചീസ് കേക്കോ അല്ലെങ്കിൽ ബ്ലൂബെറി ചീസ് കേക്കോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇത് കഴിച്ചിട്ട് പറഞ്ഞു ഇതിൽ ബേസ് കുറച്ച് തിക്കായിരുന്നു. നമ്മൾ ബേസ് ഇടുമ്പോഴത്തേക്ക് അതേപോലെ തിക്കായിട്ട് ചീസ് കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് ഷോർട്സ്. ബൈ.